നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെരുംജീരകം വെറുതെ പച്ചയ്ക്ക് വെറുതെ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ അരി വെറുതെ കഴിക്കുന്നതിനെ കുറിച്ചിട്ട്, റോ ആയിട്ടുള്ള റൈസ് കഴിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കമൻസ്, ഒത്തിരി ആൾക്കാർ വാച്ച് ചെയ്തത്, ഒത്തിരി ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അതിൽ മെയിനായിട്ടും ഐസ് ക്യൂബ്സ് കടിച്ച് തിന്നുന്നതും, അതുപോലെ തന്നെ പെരുംജീരകം അല്ലെ ജീരക ഗണത്തിൽപ്പെടുന്ന വെറും ജീരകമോ സാധാ ജീരകമോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ള ടെൻഡൻസി വരുന്നതിനെ കുറിച്ചും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പെരുംജീരകം വെറുതെ കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. പെരുംജീരകമാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സാധാ ജീരകമാകട്ടെ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇത് വരുവാണ്. നമുക്ക് ഇത് കണ്ടാൽ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് കഴിച്ചുകൊണ്ടിരിക്കാനുള്ള തോന്നൽ വരികയാണ്. ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ജീരകം വാരി വാരി കഴിക്കും. നമുക്ക് ആദ്യത്തെ കുറച്ച് ജീരക ഡൈജഷനൊക്കെ നല്ലതാണ് നമുക്കറിയാം. പക്ഷെ ഇത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി പോലത്തെ വയറിലുള്ള ആസിഡ്സ് അതിൻ്റെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ നമുക്ക് ഭയങ്കര ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവും, ദഹനത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, വയറുവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജീരകം അധികം കടിച്ച് കഴിക്കുന്നവരിൽ വായിലെ ഡ്രൈനസ്, അത് ജീരകത്തിനകത്ത് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, കെമിക്കൽ കോമ്പണൻസ് ഉണ്ട്. അപ്പം വായിൽ ഡ്രൈനസ് ഉണ്ടാക്കുകയും വായിലുള്ള മ്യൂക്കസയുടെ തൊലി പോകാൻ, അതായത് വായിൽ പുണ്ണ് പോലെ നാക്കിലെയും വായിലെയും തൊലി പോകുന്നത് പോലെയുള്ള അവസ്ഥ വരികയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജീരകം ഓവറായിട്ട് കഴിക്കുന്നത് ഷുഗർ കുറയാൻ, ഒരു പരിധിയിൽ കൂടുതൽ വളരെ കുറഞ്ഞു പോകും ഷുഗർ. ആ രീതിയിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് ഷുഗറിൻ്റെ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണ് ഇത് കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞു പോകും. അല്ലാത്തവർക്ക് വരെ ഷുഗർ കുറയാനുള്ള ഒരു ടെൻഡൻസിയും ജീരകം വെറുതെ കഴിക്കുന്നതൊന്നും ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രഗ്നൻസിയിൽ ചില ആൾക്കാർക്ക് ജീരകം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ നിങ്ങൾ പ്രഗ്നൻസിയിലാണ് ജീരകം കഴിക്കുന്നതെങ്കിൽ ചിലപ്പം അതായത് 3rd ട്രൈമിസ്റ്ററിലൊക്കെ അവസാന 3 മാസങ്ങളിലൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ്, പിന്നെ കോൺട്രാക്ഷൻസിന് കാരണമാകും. അപ്പോൾ അതൊരു ചെറിയ ഫാൾസ്, ഒരു പ്രസവ വേദന പോലെയോ അല്ല ചെറിയ രീതിയിലുള്ളൊരു കോൺട്രാക്ഷനോ വയറുവേദനയോ നടുവേദനയോ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി ആണ് മെയിൻ കാരണമായിട്ട് ഇതിനെ കാണുന്നത്. അതായത് നമുക്ക് അനീമിയ ഉണ്ട്, അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലാണ് അരി, ജീരകം, അതുപോലെ ക്രഞ്ചി ആയിട്ടുള്ള എന്തെങ്കിലും ഐസ് ക്യൂബ്സ് സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് സ്ക്രീനിങ്, അതായത് ടെസ്റ്റ്, ബ്ലഡിൻ്റെ ഫുള്ള് ടെസ്റ്റുകൾ നടത്തി ഏത് വൈറ്റമിൻ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ ആണോ അയൺ ആണോ എന്താണ് കുറവെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫുൾ കോഴ്സ് ട്രീറ്റ്മെന്റ് എടുക്കുക. എല്ലാവരും ഒരു വട്ടം ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് അയൺ ടാബ്ലറ്റ്സോ കാര്യങ്ങളോ കഴിച്ചിട്ട് അത് നിർത്തും. പക്ഷെ അങ്ങനെയല്ല, അതിന് ഫോളോ അപ്പ് വേണം. കറക്റ്റായിട്ട് കൂടുന്നുണ്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായോ എന്ന് ഡോക്ടർ നോക്കിയിട്ട് മെഡിസിൻ നിർത്താൻ പറയുമ്പോൾ മാത്രം അയൺ ഡെഫിഷ്യൻസിക്കുള്ള മരുന്ന് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യത്തിൽ നിങ്ങൾ അനീമിയയുടെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഈ ജീരകം കഴിക്കാനുള്ള ടെൻഡൻസി കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.